ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം, മുല്ലോർലിത്തേവരേ ശരണം, സർവേശ്വര മംഗലത്തപ്പ ശരണം, തലയാക്കുളത്തമ്മേ ശരണം, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ, ജാനകീ ജീവനസ്മരണം, ഹര നമ പാർവതീപതയേ, ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം ഇന്നലെ വരാത്തോട്ടൊക്കെ പേച്ച് പറഞ്ഞു കൊടുക്കണം, നമ്മളിടയിലാണ് നിർത്തിയത്, ആ വരി പറഞ്ഞു കൊടുക്കണം. ഭഗവാന്റെ അപാരമായ ആ കൃപാകടാക്ഷം കൊണ്ട് ഇന്ന് കർക്കടകം 5 5-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അപ്പോൾ 4 ദിവസം കൊണ്ട് നമ്മൾ അയോധ്യാകാന്ഡത്തിൽ രാമൻ്റെ ആ അഭിഷേകത്തിന് വിഘ്നം വരുത്താൻ വേണ്ടിയിട്ട് മന്ധരയുടെ കൈകേയും മന്ധരയായിട്ടുള്ള സംവാദം വരെയാണ് പാരായണം ചെയ്ത് സമർപ്പിച്ചത്.
ബാക്കി ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യാനും വേണ്ടതുപോലെ അനുസ്മരിക്കാനൊക്കെ ഭഗവാന്റെ മുന്നോടിത്തേവരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇവിടെ പറയുന്ന ഓരോരോ വാക്കുകളും ശ്രദ്ധയോട് കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് പറയാനും അതുപോലെ തന്നെ ആ ശ്രദ്ധാഭക്തിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കേൾക്കാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഭഗവാൻ ഉള്ളിൽ നിറയുന്ന വാക്കുകളെ പുറത്തേക്ക് ആ വൈഖരി വരുമ്പോൾ ഭക്തിയോടുകൂടി അതിനെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഭക്തിയോട് കൂടിയിട്ട് സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ആ ഭഗവാന്റെ പാദത്തിൽ ഇവിടെ നമ്മൾ പൂക്കൾ സമർപ്പിക്കുമ്പോൾ പറഞ്ഞു, പൂവ് എന്ന് പറഞ്ഞാൽ മനസ്സാണ് നമ്മുടെ എന്നും പറയുകയാണത്. കാരണം അത് ആവർത്തിച്ചാണ് നമ്മുടെ മനസ്സിനെ നമ്മളിത് ആ ഭഗവാന്റെ പാതാരബിന്ദത്തിൽ ചേർത്തിട്ട് പറയണം, ഭഗവാനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനസ്സാണ്. എത്രയോ ജന്മജന്മാന്തരങ്ങളായിട്ട് ഓരോരോ ലൗകിക സുഖങ്ങളിലും അതിൽ പെട്ടുപോയിട്ട് മായയിൽ പെട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കണ മനസ്സാണ്. ഇതാ അമ്മയുടെ പാദത്തിൽ ഞങ്ങളിതാ ചേർത്ത് വയ്ക്കണം. ഈ സത്സംഗത്തിൽ ശ്രദ്ധാഭക്തിയോടുകൂടി ഇരിക്കാൻ അവിടെ നിന്ന് സഹായിക്കണേ. ഈ മനസ്സ് ആ പാതാരബിന്ദം വിട്ട് എവിടേക്കും സഞ്ചരിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ കയ്യിൽ നമ്മുടെ മനസ്സിനെ സമർപ്പിച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഒഴിവാക്കി, ചിന്തകളായാലും വാക്കുകളായാലും പ്രവൃത്തികളായാലും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും മനസ്സ് ആ ഭഗവാനിൽ ലയിപ്പിച്ച് ഇരുന്ന് കേൾക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജാനകീ ജീവനസ്മരണം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം ഗവിദ്ധജംഭൂബലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകൃഷ്ണനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമതരാക്ഷസംഗകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.
ശ്രീരാമ രാമ രാമ രാവണന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ജാനകീ ജീവനസ്മരണം. കഴിഞ്ഞ ദിവസം നമ്മൾ പറയണു, വായിച്ചു നിർത്തിയപ്പോൾ പറഞ്ഞ് ഭഗവാൻ നമുക്ക് തരുന്ന ഒരു ഉപദേശം, ദുർജന സംസർഗം എല്ലാം അകറ്റണം. എത്ര പ്രയാസപ്പെട്ടിട്ടായാലും ദുർജനങ്ങളുമായിട്ടുള്ള സംസർഗം ഉണ്ടാവരുത്. കാരണം സ്വർണം പോലും കറ പറ്റിക്കഴിഞ്ഞാൽ സ്വർണം പോലും നിഷ്പ്രഭമായിട്ട് വരും. അപ്പം അതുകൊണ്ട് ദുർജനങ്ങളോട് അതുപോലെയാണ് ദുർജനങ്ങളോടുള്ള കൂട്ട്. അപ്പം അതുകൊണ്ട് ഒരിക്കലും ദുർജനങ്ങളുമായിട്ട് കൂട്ടുകൂടരുത് എന്നുള്ളൊരു ഉപദേശത്തോടു കൂടിയിട്ട് നിർത്തിയത്. എങ്കിലോ മനസ്സ് കണ്ടുവോ? എങ്കിലോ രാജാ ദശരഥനെ കഥ ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകീ ജീവനസ്മരണം. എങ്കിലോ രാജാ ദശരഥനാഥരാൽ പങ്കജ നേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രി പ്രഭൃതികളോടും പറഞ്ഞുകൊണ്ടന്തപുരമകാപുക്കരുളിടിനാൻ. അന്നേരം ആത്മപ്രിയതമായാകിയ തന്നുടെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായി ഒരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചതീദൃശം. മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധു മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ സുന്ദരിയാമിവാളെങ്ങു പോയി ഇവാൾ ഇന്നെങ്ങു പോയിനാൾ മന്ദമാകുന്നിതുന്മേഷമെൻ മാനസേ. എപ്പോഴും കൈകേയി എങ്ങനെയെല്ലാമാണോ ഒരു കാമുകി ഭാവത്തോടു കൂടിയിട്ടാണ് എപ്പോഴും കൈകേയി ദശരഥ മഹാരാജാവിനെ സന്തോഷിപ്പിച്ച് പിന്നാലെ ഉണ്ടാവുക. അപ്പോൾ അവിടേക്ക് ചെല്ലുമ്പോഴേക്കും സന്തോഷിപ്പിച്ചുകൊണ്ട് മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് എപ്പോഴും കാത്തിരിക്കുന്ന പത്നിയെ കാണാണ്ടായപ്പോൾ ദശരഥ മഹാരാജാവിന് ആധി വരികയാണ്. ചൊല്ലുവിൻ ദാസികളെ ഭവത്സ്വാമിനി കല്യാണ ഗാത്രി മറ്റെങ്ങ് പോയിടിനാൽ വന്നരാപതി ചോദിച്ച നേരത്തു ദേവി തന്നാലികളും പറഞ്ഞിടിനാൻ ക്രോധാലയം പ്രവേശിച്ചതീന്മൂലം ഏതുമറിഞ്ഞില്ല ഞങ്ങളോ മന്നവാദം തത്ര ഗത്വാ നിന്തിരുവടി ദേവി തഞ്ചിത്താമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു പയ്യേനാമഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം. മന്ദമന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലുചൊല്ലന്തിതു വല്ലഭേ അതേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞതങ്കമോടു കിടക്കുന്നിതെന്തു നീ ചേതോ വിമോഹനരൂപേ ഗുണശീലേ. ഖേദമുണ്ടായതെന്നോട് ചൊൽകടോ മത്പ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയില്ല നിനക്കെടോ. നാരികളോ നരന്മാരോ ഭവാദിയോടാരൊരു വിപ്രിയം ചെയ്തിതു വല്ലഭേ. ദണ്ഡനെന്നാകിലും വന്ധ്യനെന്നാകിലും ദണ്ഡമെനിക്കതീനില്ല നിരൂപിച്ചാൽ നിർദ്ധനേനെത്രയും ഇഷ്ടം നിനക്കെങ്കിൽ അഥാപതിയായി വൈപ്പേനവന് ഞാൻ അർത്ഥവാനേറ്റ മനിഷ്ടൻ നിനക്കെങ്കിൽ നിർദ്ധനാക്കുവേൻ എന്നും അവനെ ഞാൻ വന്ധ്യനെ നൂനാമവന്ധ്യനാക്കിയിടുവൻ വന്ധ്യനായി കീടാമവന്ധ്യനെ വേണ്ടുകിൽ ന്യൂനം നിനക്കധീനം മമ ജീവനം മാനിനീകരിപ്പതിനെന്തൊരു കാരണം. മൽപ്രാണനേക്കാൾ പ്രിയാതമാനാകുന്നതിപ്പോൾ എനിക്ക് മൽപുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ
മംഗലാശീലനം ശ്രീരാമനാണ് ഞാൻ. അങ്കനാരത്നമേ ചെയ്യൻ തവാഹിതം ഇങ്ങനെ ഖേദിപ്പിക്കാമാം വല്ലഭേ. ഇതം ദശരഥൻ കൈകേയിതന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചു ദാനവും ചെയ്തു. മന്നവൻ തന്നോട് മന്ദാമരുൾ ചെയ്തു, സത്യപ്രതിജ്ഞനായുള്ള ഭവൻ മമാ സത്യം പറഞ്ഞതു നേരെങ്കിൽ എന്നുടെ പഥ്യമായുള്ള ദീനെ പറഞ്ഞിടുവൻ വ്യക്തമാക്കിയിടായിക സത്യത്തെ മന്നവ. എങ്കിലോ പണ്ടു സുരാസുരായോധേന സങ്കടം സുരക്ഷിച്ചൻ ഭവാനെ ഞാൻ. സന്തുഷ്ടചിത്തനായെന്നു ഭവൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വച്ചിരിക്കുന്നു ഭവാങ്കലതു രണ്ടു ഇച്ഛയുണ്ടിന്നു വാങ്ങിയിടുവാൻ. ഇച്ഛയുണ്ടിന്നു ഹരേ കൃഷ്ണ. ഇച്ഛയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതേ. എന്നാലതിലൊന്നു രാജാഭിഷേകം ഭവാനിന്നു ഭരതനു ചെയ്യണമെന്നതും മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും. ഭൂപതി വീരൻ ജഡാവൽക്കലം കൊണ്ടു താപസാവേശം ധരിച്ചു വനാന്തരെ. കാലം 14 വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ. ഭൂമി പാലിപ്പൻ ഭരതനെയാക്കണം രാമാനുഷസീവനത്തിനു പോകണം എന്നിവ രണ്ടു വരങ്ങളും നൽകിയാൽ ഇന്നു മരണമെനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമേറ്റദ്രീപതിച്ച പോലെ ഭുവി സുജ്വരാചേതസാ വീണിതു ഭൂപനം. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണു നീർവാർത്തു വിറച്ചു നൃപാധികൻ. ദുസ്സഹാവാക്കുകൾ കേൾക്കാവതെന്തയ്യോ ദുസ്വപ്നമാഹന്ത കാൺകയോ ഞാനിക ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ മൃത്യു സമയമുപസ്ഥിതമാകയോ. കിം കിം മേൽ കൃതം ശങ്കരാ ദൈവമേ പങ്കജാലോചനാഹ പരബ്രഹ്മമേ. പങ്കജാലോചനാഹ പരബ്രഹ്മമേ വ്യാക്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ. ദീർഘമായി വീർത്തേവാമരുൾ ചെയ്തു, എന്തിവണ്ണം പറയുന്നിതു ഭദ്രേ നീ. എന്തു നിന്നോടു പിഴച്ചിതു രാഘവൻ മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉരാജൈവതിനെന്തു കാരണം. എന്നോടു രാമാഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിലില്ല ഉള്ളൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നിതു തോന്നുവാൻ എന്തൊരു കാരണം. നിന്നുടെ പുത്രനും രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ. രാമനാലേതും ഭയം നിനക്കുണ്ടാകാ ഭൂപതിയായി ഭരതാനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞുപോയി. ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയും ധാത്രീപതീശ്വരനോട് ചൊല്ലിയിടിനാൾ. ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. രാജാവാണ്, മഹാരാജാവാണ് എന്നുള്ളതെല്ലാം മറന്നിട്ട് തൻ്റെ പത്നിക്ക് വേണ്ട ഹിതം ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ മറന്നുകൊണ്ട് സത്യം പറയാണ്. രാമന് എന്താണ് അല്ലെ, ഒരു രാജാവ് എപ്പോഴും വീണ്ടും വിചാരത്തോട് കൂടിയിട്ട് തൻ്റെ വാക്കുകളും പ്രവൃത്തികളും പറയും. രാജാവ് പറയും, ഒരു ഗൃഹത്തിൽ വേണ്ടിയിട്ട് ഒരാളെ വധിക്കാൻ തെറ്റില്ല, ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഗൃഹത്തിലുള്ളവരെ വധിക്കാൻ തെറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തം പത്നിയുടെ ഹിതത്തിന് വേണ്ടിയിട്ട് രാജാവാണെന്നുള്ളതെല്ലാം മറന്നിട്ട് ആ കൈകേയിക്ക് ശപഥം ചെയ്തു കൊടുക്കണു. ശ്രീരാമചന്ദ്രനെ പിടിച്ചിട്ട് ശപഥം ചെയ്തു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആ ഒരു ശബ്ദത്തിൽ വ്യർത്ഥാക്കരുത് എന്ന് പറഞ്ഞിട്ട് 2 വരങ്ങളെ ചോദിക്കണു തൻ്റെ മകന് രാജ്യം. അപ്പം എത്രയോ ഇതിനു മുമ്പ് പറഞ്ഞു രാമൻ. വെള്ളം അവിടെ കൊണ്ടുവയ്ക്കണേ. അപ്പോൾ എത്രയോ ഇങ്ങനെ പറഞ്ഞു രാമൻ
എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, എൻ്റെ ഹിതറിഞ്ഞിട്ടേ ചെയ്യുള്ളൂ, എനിക്കിഷ്ടമുള്ളത് മാത്രമേ രാമൻ ചെയ്യുള്ളൂ എന്ന് ആ പറഞ്ഞതിൽ ആത്മാർത്ഥമായിട്ടാണ്. എനിക്ക് മാത്രമാണ് എൻ്റെ ഭർത്താവ് എനിക്ക് അറിഞ്ഞ് അതല്ല എൻ്റെ ഭർത്താവ് എൻ്റെ രാമൻ എനിക്ക് മാത്രമേ ഹിതം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതാണ്. എനിക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുക. നല്ല വസ്തുക്കൾ എനിക്ക് തന്നേ ചെയ്യുള്ളൂ, എന്നെ ഏറ്റവും ഇഷ്ടം എനിക്കാണെന്നൊക്കെ പറഞ്ഞ വാക്കുകളിൽ എത്ര ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്ന് ഇവിടെ കാണാം. കാരണം ഭരതനെ രാജാവാക്കുക എന്നുള്ളത് ശരി, പിന്നെ രാമനെ ഭയം ആണ്, രാമൻ തനിക്ക് അഹിതം ചെയ്യുമോ എന്ന്. അപ്പോൾ ആദ്യം പറഞ്ഞ വാക്കുകളുടെ അതാണ്, അത്രയും ഭയപ്പെട്ടുകൊണ്ടാണ് രാമനെ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാമനെ എവിടെയാണ് കൈകേയി മനസ്സിലാക്കിയിട്ടുണ്ട്. രാമനെ എപ്പോഴാണ് എങ്ങനെയാണ് കൈകേയി, സ്വന്തം സന്തോഷമാണ് അവിടെ പ്രധാനം. അതുപോലെ ഇത്ര കാലം എല്ലാവരിലും സ്നേഹം മഹാരാജാവിന് കൈകേയിയുടെ ആയിരുന്നു. കൈകേയും അങ്ങനെ തന്നെ. പക്ഷേ ആ ഭർത്താവ് പോലും തൻ്റെ ആ സന്തോഷത്തിന് വിഘ്നം വരുത്തുന്നപ്പോൾ ആ ഭർത്താവിൻ്റെ ദുഃഖം പോലും കൈകേയിക്ക് സ്വന്തം കാര്യം മാത്രം നോക്കുന്നവർ അല്ലേ, ധാരാളം നമുക്ക് അങ്ങനെ കാണാം. എല്ലാം ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവസാന നിമിഷം വരെ എല്ലാം ചെയ്താലും എന്തെങ്കിലും ഒരു ചെറിയ ന്യൂനത ഉണ്ടെങ്കിൽ അതിൽ പിടിച്ചിട്ട് അപ്പം അതുവരെ ചെയ്തതൊന്നും അതിൽ ആവില്ല, ആ ചെറിയ ന്യൂനതയിൽ പിടിച്ചിട്ട് അത് തന്നെ, വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് മനുഷ്യനെപ്പോഴും ചിന്ത അങ്ങനെയാണ്. എത്ര നമ്മൾ നന്മ ചെയ്തോട്ടെ, നല്ലതൊന്നും അല്ല ഓർക്കുക, അതിലെന്തെങ്കിലും ഒരു അപാകത മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണമായിട്ടും എല്ലാം വേണ്ടതുപോലെ ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ നടന്നു വരും. എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ സത്സംഗത്തിന് വന്നിരിക്കുന്ന സമയത്തായാലും ശരി, നമ്മളിങ്ങനെ എല്ലാം ഇതായിട്ട് ചെയ്യും, എന്തെങ്കിലും ഒരു അപാകത ഉണ്ടായി നോക്കൂടെ, അപ്പോൾ അത് പറഞ്ഞിട്ടാവും. അത് പറയാൻ ധാരാളം പേരുണ്ടാവും. അത് ഏറ്റുപറഞ്ഞ് അല്ലേ, കർണേ ജപൻ എന്ന് പറഞ്ഞ പോലെ അത് മുഴുവൻ അത് വലിയൊരു കാര്യമാക്കിയിട്ട് മാറ്റും. അങ്ങനെയാണ്. അത് ഇങ്ങനെയുള്ളവരുടെ അത് എത്ര കിട്ടിയ അവരവരുടെ സുഖവും സന്തോഷവും മാത്രം എന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ പ്രവൃത്തിയിൽ ഇതുവരെ ആ കൈകേയി ചെയ്ത പ്രവൃത്തികളൊക്കെ ആത്മാർത്ഥമായിരുന്നോ ചിന്തിക്കണം. അതുപോലെ രാമനോടുള്ള സ്നേഹം ആത്മാർത്ഥമായിരുന്നോ ചിന്തിക്കണം. ഇതൊക്കെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അത് കേട്ടതോടു കൂടിയിട്ട് രാജാവ് ഒരിക്കലും ആ കൈകേയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അപ്രതീക്ഷിതമായിട്ടാണ്, സഹിക്കാൻ പറ്റാത്ത വാക്കുകൾ കേട്ടപ്പോൾ ആകെ വിഷമിക്കണു. അത് കഴിഞ്ഞിട്ട് ചോദിക്കണു എന്തുകൊണ്ടാണ്, ഭദ്രേ എന്ന് വിളിച്ചിട്ടാണ്. അതായത് ഇത്രയും ആ ഭദ്രം കരോതി, അതാ നമുക്ക് ശാന്തി സമാധാനം തരിക, അത് ആ വാക്ക് വിളിച്ചിട്ടാണ് അവിടെ പറയണത്. ഇത്രയൊക്കെ ചെയ്തിട്ടും പറയണു ദശരഥ, നിനക്ക് എന്ത് തെറ്റാ രാമൻ ചെയ്തത്? നിനക്ക് അറിഞ്ഞൂടെ രാമനെ പിരിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും എന്നുള്ളത് എനിക്കറിയാം, അത്രയും പ്രിയമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ആ രാമനെ ഇതാ ഇങ്ങനെ പറയണത് എന്തുകൊണ്ടാണ്? എനിക്ക് ജീവഹാനി വരുന്ന വാക്കുകളല്ലേ ഇപ്പം നീ പറഞ്ഞത്. ഇത്രയും കാലം നീ രാമൻ്റെ ഗുണഗണങ്ങളെ വാഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ഇത്ര കാലം നീ രാമൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടാണ് വാഴ്ത്തി പറഞ്ഞത്. ഇപ്പം ഞാനും കൗസല്യാദേവിയും തമ്മിൽ ഒരു ഭേദമില്ല, അവൻ എനിക്ക് പ്രിയപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞതാണ്. എന്നിട്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണത്? എന്താണ് ഇങ്ങനെ തോന്നാൻ കാരണം? ഭരതന് രാജ്യം തരാനൊരു വിരോധമില്ല, രാമനൊരു വിരോധം ഉണ്ടാവില്ല. ഭരതന് രാജ്യം കൊടുക്കാൻ എനിക്കും വിരോധമില്ല. കാരണം 4 മക്കളും ഒരുപോലെയാണ്. എല്ലാവർക്കുമുള്ള ഇച്ഛ അനുസരിച്ചിട്ടാണ് രാമന് രാജ്യം കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. പക്ഷേ ഭരതന് കൊടുക്കാനും യാതൊരു പ്രയാസമില്ല. പക്ഷെ അതിന് രാമനെ എന്തിനാണ് വനത്തിലേക്ക് പറഞ്ഞയക്കണത് എന്ന് ചോദിക്കണു. ഞാനത് ഉറപ്പ് തരികയാണ്, ഭരതൻ രാജാവായാലും രാമനിൽ നിന്ന് നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നെല്ലാം പറയണം. ഇങ്ങനെ പറഞ്ഞ് ആ മഹാരാജാവാണ് എന്നുള്ളത് പോലും മറന്ന് സ്വന്തം ഭാര്യയുടെ പാദത്തിൽ വീണ് നമസ്കരിക്കുന്ന ഒരു രംഗം എത്ര എന്ന് ആലോചിച്ച് നോക്കൂ.
ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൻ. പങ്കജാനേത്രനാം രാമന്യുഷത്തിന് ശങ്കാവിഹീനം വനത്തിന് പോകായിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം. സത്യസന്ധം ഭൂവി രാജാ ദശരഥാനെത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതന ദുഃഖാനുഭൂതി ഉണ്ടാക്കേണ്ട. രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപദേവതാമറ്റിയാക്കിയിടലാം. കയ്യൈ തന്നെ നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖാസമുദ്രേ നിമഗ്നനായി സന്താപമോട് മോഹിച്ചു വീണീടിനൻ. പിന്നെയുണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും പറഞ്ഞും കരഞ്ഞും തഥാ രാമ രാമേതി രാമേതി പ്രലാപേന. യാമിനി പോയതു വത്സരാതുല്യമായി ചെന്നാരരുണോദയത്തിനു സാധനം വന്തികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗലാവാദ്യസ്തുതി ജയ ശബ്ദങ്ങൾ സംഗീത ഭേദങ്ങൾ എന്നിവറ്റെക്കൊണ്ടും പള്ളിക്കുറപ്പുണർത്തിയിടിനാരന്നേരമുള്ളിലുണ്ടായ കോപേന കൈകേയിയും ക്ഷിപ്പാമവരെ നിവാരണവും ചെയ്താൽ വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവർകളും അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരാമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂസ്പൃശോ വിശ്വലാദീ ജനങ്ങളും താപസാവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്നവൻ കൊച്ചക്കുടാതക ചാമരം താലവൃന്ദം കൊടിതോരണം ചാമീകരാഭരണാദ്യലങ്കാരവും വാരണാവാജീരഥങ്ങൾ പദാതിയും വാരനാരീജനം പൗരാജനങ്ങളും ഹേമരത്നാജ്വല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാദൂലധർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റാമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാൻ. ശ്രീബാലവൃദ്ധാവധി പുരാവാസികാലബദ്ധ കൗതൂഹലാബ്ധി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചിത്ത പരമാനന്ദമോടുമേ വീടിനാൻ. നമ്മുടെ ജീവനം രാമകുമാരനെ നിർമ്മല രത്നാകിരീടാമണിഞ്ഞതി രമ്യമകരായുധാകമണി കുണ്ടല സമ്മുഗ്ധ ശോഭിതാഖണ്ഡസ്ഥലങ്ങളും പുണ്ടരീകശ്ചതാലോചനാഭംഗിയും പുണ്ടരീകാദി മണ്ഡലാതുണ്ടവും ചന്ദ്രികാ സുന്ദര മന്ദസ്മിതാഭയം കുന്ദമുകൂള സമാനദന്തങ്ങളും ബന്ധൂകസൂന സമാനാധരാഭയം കന്ധാരരാജിതാകൗസ്തുഭാരത്നവും ബന്ധുരാഭം തിരുമാറുമുദരവും സന്ധ്യാപ്രസന്നിഭാപീതാംബരാഭയം പൂഞ്ചലമീതെ വിളങ്ങി മിന്നിടുന്ന കാഞ്ചീകലും തനു മദ്യവും കുലോത്തമൻ തുമ്പിക്കരം കൊണ്ടു കുമ്പിട്ടു കൂപ്പിയിടും ഒരു കാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭാജാനും അംഭോജപാണിസംഗാഭജംഘയും കമ്പം കലർന്നു കമഠപ്രവരനും കുമ്പിടുന്നൊരു പുറവടി ശോഭയും അംഭോജതുല്യമാമന്ത്രീതലങ്ങളും ജമ്പാരിരത്നം തൊഴും തിരുമേനിയും ഹാര കടക വലയങ്കുതിയാതി ചാരുതരാഭരണാവലിയും പൂണ്ടു വാരണാവീരൻ കഴുത്തിൽ തിറത്തോരു ഗൗരാതപത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസിനാം രാമചന്ദ്രം തദ്മുത കാണായി വരുന്നു നമുക്കെന്നിതം മാനസാധാരിൽ കൊതിച്ച നമുക്കെല്ലാം ക്ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേപത നിർണയം. രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നു തീർത്ഥവിഷാദമോടാടൽ
സീതാവിഷാദമോട് ഔത്സുഖ്യം ഉൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്ത് ആനന്ദപൂർണാബ്ദി പൂർണ്ണാമതാബ്ദിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിയിടിനാർ പുരാവാസികളാദരാൽ. ജാനകി ജീവനസ്മരണം പാരായണം ചെയ്തുകൊണ്ടിരിക്കാം. മഴയൊക്കൊന്നും കേൾക്കില്ല പറഞ്ഞാല്. അന്നേരം ആദിത്യനോ മുതിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുണച്ചുകൂലു മന്നവൻ പള്ളിക്കുറപ്പുണർന്നീലെന്നും എന്തൊരു മൂലാമതീനെന്ന് മാനസേ ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവേരനാകുന്ന സുമന്ത്രരു മന്ദപുരാമകം പുക്കാനനിദ്രുതം. രാജീവമിത്ര ഗോത്രോത്ഭുവാഭൂപതേ രാജരാജേന്ദ്ര പ്രവരാജയാജയ യുദ്ധം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ദാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാക്കുബുദ്ധിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൻ ദേവനാരീ സമേ രാജപ്രിയാതമേ ദേവി കൈകേയി ജയ ജയ സന്തതം ഭൂലോകപാലൻ പ്രകൃതി പകരുവൻ മൂലമെന്തൊന്നു മഹാരാജവല്ലഭേ ചൊല്ലുകന്നോടെന്നതു കേട്ടു കൈകേയും ചൊല്ലിനാളാശു സുമന്ത്രരോടൊന്നേരം രാത്രിപതീന്ദ്രനോ നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ അസ്വതന്ത്രത്വം ഭവിക്കയാൽ രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സ് ചിന്തിക്കയും ഉദ്യത്പ്രജാകരാ സേവയും ചെയ്കയാൽ അത്യന്തമാകുലനായിതു മന്നവൻ രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമാക അനാകർണ്യ ഞാനിക രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായൊരു രാമകുമാരനം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യ തന്നോട് ചൊല്ലിനാൻ കൗസല്യാസുതനോട് ചൊല്ലിനാൻ താതൻ ഭവാനിയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെഴുന്നള്ളുക വേണം. മന്ത്രിപ്രവേരവാക്യം കേട്ടു രാഘവൻ മന്ദേതരാം അവൻ തന്നോടുകൂടവേ സൗമിത്രിയോടും കരേരീരതോപരി പ്രേമാവിവാസനം താതൻ മരുവിടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിവാനാശു സമുദ്ധായ സംപ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ നീതിതു ഭൂപനും. രാമരാമേരി പറഞ്ഞു മോഹിച്ചൊരു ഭൂപനെ കണ്ടു ഏകേന രാഘവൻ സാധനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തന്നെ തൻ്റെ മടിയിൽ കിടത്തിനാൻ നാരീജനങ്ങളതു കണ്ടനന്തരമായി ആരുടെ ശോകാൽ വിലാപം തുടങ്ങിനൻ രോദനം കേട്ടു വസിഷ്ഠാമുനീന്ദ്രനും ഗേദേന മന്ദിരം മുക്കിതു സത്വരം ശ്രീരാമദേവനും ചോദിച്ചു തന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിനു നേരെ പരാവീനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കേകയാ പുത്രിയും കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാലിൽ ദുഃഖം മൂലമല്ലോ നണം ചേതസീ നീ നിരൂപിക്കണമെഴുതിനി താതനു ദുഃഖാനുവൃത്തി വരുത്തുവാൻ ദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു ചിത്താഹിതം നൃപേന്ദ്രനോ നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ രണ്ടു വരം മമാദത്തമായിട്ടുണ്ട് പണ്ടു നിന്ദാതനാൽ സന്തുഷ്ട തേജസ നിന്നാലെ സാധ്യമായുള്ളതൊന്ന് അതു രണ്ടും ഇന്നു തരണമെന്നർത്ഥിക്കുകയും ചെയ്ത നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനറിയുക നീ
സത്യഭാഷേന സംബന്ധം താതനെ സത്വരം രക്ഷിപ്പതിന്നു യോഗ്യൻ ഭവാൻ പുന്നാകമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു ശതാപത്രാസമൽഭവാൻ എന്നാതറിയുക നീ മാതൃവചന ശൂലാഭിഹതനായ മേദിനി ബാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യഥീതനായി ചൊല്ലിനാൽ ഇത്രയെല്ലാം പറയണമോ മാതാവേ. താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പൻ അതീനില്ല സംശയം. മാനസേ ഖേദമതീനെനിക്കില്ലേതും രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ രാജ്യമെന്നാൽ അറിയുക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചെൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പൻ അറിയുക നീ. പാവഗന്ധങ്ങൾ പതിക്കണമെങ്കിലും ഏവം വിഷം കുടിക്കണമെങ്കിലും താതൻ നിയോഗിക്കലേതുമേ സംശയം ചേതസി ചെച്ചനിക്കില്ലെന്നറിയുക നീ. താതകാര്യമനോജ്ഞപ്തൻ എന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനുത്തമൻ പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമാനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമായെങ്കിലും ഇക്കാര്യമെന്നാൽ കർത്തവ്യമല്ലെന്നു വച്ചടങ്ങുന്നവൻ പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനം. യുദ്ധമെല്ലാം പരിജ്ഞാനം മയാധുനാകയാൽ താതാ നിയോഗമനുഷ്ഠിപ്പാൻ ആകുലാമേതും എനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ ജാനകി ജീവനസ്മരണം. ദശരഥ മഹാരാജാവ് രാമനെ ഉപേക്ഷിക്കേണ്ട കാര്യത്തിൽ എത്ര പറഞ്ഞിട്ടും ആ കൈകേയി തൻ്റെ അതാണ് നമുക്ക് പ്രിയപ്പെട്ടവരുടെ ദുഃഖം കാണുമ്പോൾ നമ്മളുടെ വിഷമത്തിനൊക്കെ കളഞ്ഞ് നമുക്ക് എന്ത് വന്നാലും വേണ്ടില്ല, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവരുടെ സുഖം, അതല്ലേ നമ്മൾ. പക്ഷേ അപ്പോൾ ഇവിടെ കാണിച്ചു തരണം നമ്മളുടെയൊക്കെ ലൗകികമായ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണ്. നമ്മളെപ്പോഴും പറയുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ അച്ഛൻ അമ്മ എന്നൊക്കെ വാക്കുകൊണ്ട് പറഞ്ഞ് ആ പ്രവൃത്തിയിലൂടെ അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ കാണുകയും ചെയ്യും. പക്ഷേ ഇതുപോലെയുള്ള ഘട്ടങ്ങളിൽ എങ്ങനെ നമ്മൾ പെരുമാറണു, നമുക്ക് എന്തെങ്കിലും ദുഃഖമായാലും വേണ്ടില്ല, നമുക്ക് വിഷമമായാലും വേണ്ടില്ല, നമുക്ക് പ്രിയപ്പെട്ടവർ ദുഃഖിക്കരുത് വിഷമിക്കരുതെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് രാമചന്ദ്രപ്രഭു നമ്മളോട് ചോദിക്കുകയാണ്. ശ്രീരാമചന്ദ്രപ്രഭു ആണ് അവിടെ പറയണത്. അച്ഛന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. അത്രയ്ക്കും അധികം ആ പിതൃവാത്സല്യമുണ്ട്. അച്ഛൻ പറഞ്ഞത് ഞാൻ അനുസരിക്കും. അച്ഛന് വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട ലക്ഷ്മണനെ തന്നെയും ഞാൻ വേണമെങ്കിൽ വേണമെങ്കിൽ നല്ല അച്ഛൻ പറയുകയാണെങ്കിൽ ഞാൻ ഉപേക്ഷിക്കാം. എനിക്കൊന്നും ഉപേക്ഷിക്കാനായിട്ട് രാജ്യമോ അമ്മയോ സഹോദരങ്ങളെ ഒന്നും ഉപേക്ഷിക്കാൻ എനിക്ക് മടിയില്ല. അച്ഛൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. അച്ഛൻ ദുഃഖിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ എന്നുള്ള ആ നിലപാട്, രാമൻ്റെ നിലപാട്, യഥാർത്ഥമായ ഒരു സ്നേഹം എന്താണെന്ന് കാണിച്ചു തരുന്നു. അവിടെ ഒരു നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ആ ദശരഥ മഹാരാജാവിൻ്റെ ഉള്ളിൽ പോലും ആ സ്വാർത്ഥഭാവം ഉണ്ടായിരുന്നു. കൈകേയിയോട് 3 സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ട് ആ കൈകേയിയോട് മാത്രം ഒരു മമത, അങ്ങനെ എന്തിലെങ്കിലും ഒരു മനസ്സ് നമ്മുടെ ഒട്ടിപ്പിടിക്കുകയാണ്. ഏതെങ്കിലും ഒന്നിനോട് മമത ഉണ്ടായിച്ചാൽ അത് തന്നെ നമ്മുടെ ദുഃഖത്തിനും നാശത്തിനും കാരണമായിട്ട് തീരും എന്നുള്ള സത്യത്തിനെ ഇവിടെ രാമായണം കൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഒന്നിനോടും മമത വേണ്ട, ഒന്നിനെയും ഉപേക്ഷിക്കാനല്ല പറയണേ, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ സാധിക്കുക. എല്ലാവരുടെ ഉള്ളിലും ആത്മാവായിട്ടിരിക്കുന്ന ഈശ്വരനാണ്. ആ ജീവൻ്റെ കർമ്മപ്രാരാബ്ധം കൊണ്ട് നമ്മളുടെയും ആ ജീവനും തമ്മിലുള്ള ഒരു കർമ്മപ്രാരാബ്ധമുണ്ട്. അതുകൊണ്ട് നമുക്കും അവർക്കും തമ്മിലൊരു ബന്ധമുണ്ടായിട്ട് വന്നു എന്നേ ഉള്ളൂ. ആ ബന്ധം ബന്ധനമാവാണ്ട് സൂക്ഷിക്കുക, അതാ വേണ്ടത് അല്ലേ. ബന്ധുക്കൾ ബന്ധനം അല്ലെ, ബന്ധുക്കൾ ബന്ധനമാണ് എൻ്റെ കൃഷ്ണ, നിൻ ബന്ധമതൊന്നേ എനിക്കു വേണ്ടു.
എല്ലാ ബന്ധുക്കളും ആയിക്കോട്ടെ, അത് ബന്ധനമായിട്ട് തീരരുത്. അതാണ് നമ്മൾ ശങ്കര ധ്യാനപ്രകാരം പറയുമ്പോൾ ബന്ധുക്കളുണ്ടായി വരണമെന്നീശ്വര, ബന്ധമോക്ഷം വരുത്തിയിടേണം ഈശ്വര. രണ്ടും പറയും. ബന്ധുക്കൾ ഉണ്ടാവുകയും വേണം, ബന്ധുക്കളിൽ നിന്ന് മോക്ഷം വേണം. അതെന്താണെന്ന് വെച്ചാൽ ബന്ധുക്കളെ വെച്ചാൽ നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ബന്ധുക്കളാരാ? ഇതുപോലെ ആ കൃഷ്ണബന്ധുക്കൾ, ഭഗവാനോട് കൂടി സജ്ജനങ്ങളാണ്. സജ്ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഉണ്ടാവണം. ബന്ധനങ്ങളാവുന്ന ബന്ധങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കണം എന്നാണ് അവിടെ ഉള്ള പ്രാർത്ഥന. ആ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ഓരോന്നും നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മൾ ഇതൊക്കെ ഈ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവമായിട്ടുണ്ട്. സഹോദരങ്ങളിലൂടെയോ ഭർത്താവിലൂടെയോ ഭാര്യയിലൂടെയോ അച്ഛനമ്മമാരിലൂടെയോ സ്വാർത്ഥത ഉള്ള അച്ഛനമ്മമാർ പോയി പറയും മക്കളോളം പറയാം അമ്മോളം ദയ മക്കൾക്ക് ഉണ്ടെങ്കിൽ ആറ്റിലെ വെള്ളം മേപ്പെട്ടു എന്നൊക്കെ പറയും. അത് അമ്മയാവുമ്പോൾ മാത്രമേ ഉള്ളൂ. അമ്മ കണക്ക് പറയാൻ തുടങ്ങിയാൽ ആ അമ്മയാവണില്ല. അമ്മ മക്കളോട് കണക്ക് പറയുമ്പോൾ അമ്മയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും മക്കളോടുള്ള മമതയായാലും എന്തിനോടുള്ള മമതയായാലും ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കുക ഇതൊക്കെ ബന്ധങ്ങൾക്ക് നമ്മളെ തീർത്തു തരാൻ വേണ്ടി ഭഗവാൻ തന്ന ബന്ധങ്ങളാണ്. ഇത് ബന്ധനങ്ങളാവാതിരിക്കണം. ശരിയായ ബന്ധു, ആത്മാബന്ധു ആ ഭഗവാൻ തന്നെയാണ്. ഭഗവാനേക്കാളും വലിയ ബന്ധു ഇല്ല എന്നുള്ള സത്യമാണ്. രാമായണം ഇതിലെ ഓരോ രംഗങ്ങളും നമുക്ക് ആലോചിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടതാണ്. അപ്പം ഇവിടെ രാമൻ്റെ സത്യം, അവിടെ ദശരഥൻ്റെ സത്യം. രാമൻ്റെ സത്യവും ദശരഥൻ്റെ സത്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ദശരഥൻ പെട്ടെന്നുണ്ടായ ഒരു ആവേശം കൊണ്ട് രാജാവാണെന്നുള്ളത് പോലും മറന്നിട്ട് കേവലം മമത കൊണ്ടുണ്ടായ ആ ഭ്രമം കൊണ്ട് സത്യം ചെയ്തു. ഇവിടെ രാമൻ സത്യം ചെയ്തത് എന്താ? ആ സ്നേഹം കൊണ്ട്, പിതൃസ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് സത്യം ചെയ്തത്. കാരണം അച്ഛന് വേണ്ടി ഇതൊക്കെ ചെയ്താലും അമ്മയെ ഉപേക്ഷിച്ചാലും സഹോദരനെ ഉപേക്ഷിച്ചാലും അവരുടെയൊക്കെ ആ സ്നേഹം യഥാർത്ഥമാണെന്ന് രാമനറിയാം. അവർക്ക് ആർക്കൊരു ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കൊരു വിഷമാവുമെന്ന് നമ്മൾ നോക്കണം പറയാം. അവർക്ക് രാമനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് രാമന് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയിയും രാമനോടാശു ചൊല്ലിയിടിനാളാതരാൽ താതൻ നിനക്ക് അഭിഷേകാർത്ഥമായുടാനാതരാൽ സംഭാരിച്ചോരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെയേ ഒന്നുണ്ടു വേണ്ടുന്നു. നീ 14 സംവത്സരം കാനനെ താപസാവേഷണ വാഴുകയും വേണം. നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവാനിന്നോ ദുഃഖമുണ്ടാകുന്നതും എന്നതു കേട്ട് ശ്രീരാമനും ചൊല്ലിനാൻ ഇന്നതിനെന്തോ ഒരു വൈഷമ്യമായതും. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാക്ക് ഇതുപോലെ ഞാനത് ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു. അത് കാരണം അത് പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്നുള്ള സംശയം. അത് ശരിക്കും കേട്ടുകൂലോ അല്ല എല്ലാവരും. എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ ഇന്നതിനെന്തോ ഒരു വൈഷമ്യമായതും ചെയ്യഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവാൻ. വനത്തിനു മാതാവേ എന്തതെന്നോട് ചൊല്ലാഞ്ഞോ പിതാവതൂ ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ, രാജ്യം ഉപേക്ഷിപ്പതിന്നു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യം രാജാഭാരം വഹിപ്പതു, ദണ്ഡകാവാസത്തിനേറ്റമെളുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്ക് ഈ ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. കണ്ടോ, അതാണ് ആ രാമൻ്റെ മഹത്വം. തനിക്ക് വന്ന ആ നെഗറ്റീവായിട്ട് തൻ്റെ നേരെ വന്നതും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മളങ്ങനെയല്ല, നമ്മൾ തിരിച്ചാമറിച്ചാണ്. പോസിറ്റീവായതിനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാനാണ് നടക്കണത്. ഇവിടെ രാമൻ പറയണു, എന്നോട് കൈകേയി അമ്മയ്ക്കാണ് ഏറ്റവും സ്നേഹം എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ രാജ്യം ഭരിക്കാൻ വെച്ചാൽ വളരെ പ്രയാസമാണ്. എന്തുകൊണ്ടും ഒരു രാജാവിന് ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെ പ്രയാസമുള്ള കാര്യമാണ് ഒരു രാജ്യം വേണ്ടതുപോലെ ഭരിക്കാന്ന് വെച്ചാൽ. അപ്പോൾ ആ രാജ്യഭാരം കൊണ്ട് എൻ്റെ രാമചന്ദ്രൻ ബുദ്ധിമുട്ടരുത്, അത് എൻ്റെ മകനെ ഏൽപ്പിക്കുന്നു, എൻ്റെ ഭരതനെ ഏൽപ്പിക്കുന്നു, സുഖമായിട്ട് കാട്ടിൽ പോയിട്ട് സുഖമായിട്ട് വസിക്കട്ടെ
എന്ന് ശരീരത്തിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എന്നോട് എത്ര സ്നേഹമാണ് എൻ്റെ അമ്മയ്ക്ക് എന്നതാ രാമൻ പറയണു. സ്നേഹമെന്നെക്കുറിച്ച് ഏറുമമ്മയ്ക്ക് ഈ ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടുചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂർവം തൃപ്തനാക്കിയിടിനാൻ താതനു തന്നെ യൗവനം നൽകി ജരാതരെയും വാങ്ങി. ദിവ്യന്മാരായ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ള ഒരു കാര്യം നിരൂപിച്ചു. മൽപിതാ ദുഃഖിപ്പതിന്നില്ല അവകാശം. ആ ഭഗീരഥ പ്രയത്നം എന്നൊക്കെ പറയും. ആ ഭഗീരഥ പ്രയത്നമാണ് ആ ആകാശഗംഗയെ പാതാള ലോകത്ത് കൊണ്ടുപോയിട്ട് ഭഗീരഥൻ തൻ്റെ പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഗംഗ ഒഴുകിയാൽ മാത്രമാണ് അവിടെ ആ പിതൃക്കൾക്ക് മോക്ഷം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആകാശഗംഗയെ എത്രയോ കാലം തപസ് ചെയ്ത് ഗംഗയെ സന്തോഷിപ്പിച്ചപ്പോൾ ഗംഗ പറഞ്ഞു, ഭൂമിയിലേക്ക് ഞാൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്നെ താങ്ങാനുള്ള കരുത്തുള്ളത് ആരും ഇല്ല ഭൂമിയിൽ. അതുകൊണ്ട് അതിനാരെങ്കിലും കരുത്തുണ്ടെങ്കിൽ ഞാൻ ഭൂമിയിൽ വരാം എന്ന് പറയണു. അപ്പോൾ അതിന് കരുത്തുള്ള ഒരാളാരാണ്? മഹാദേവൻ മാത്രമേ ഉള്ളൂ. വീണ്ടും മഹാദേവനെ ചെന്ന് തപസ് ചെയ്ത് മഹാദേവനെ സന്തുഷ്ടനാക്കി മഹാദേവനോട് പറഞ്ഞു, ഇങ്ങനെ ഗംഗാ ദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അങ്ങ് വേണം എന്ന് പറഞ്ഞു. ആ മഹാദേവൻ്റെ അനുവാദം വാങ്ങിയിട്ട് വീണ്ടും ഗംഗയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. എന്നിട്ട് ഗംഗ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ അഹങ്കാരത്തോട് കൂടിയിട്ടാണ് ഗംഗ വന്നത്. ഈ ഭൂമി മുഴുവൻ ഇല്ലാണ്ടാക്കും എന്നുള്ളൊരു ഭാവത്തോട് കൂടിയിട്ട് കുതിച്ചൊഴുകി വരികയാണ്. അപ്പോൾ തൻ്റെ ആ ജടാവൽക്കലത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു തുള്ളി ജലം മാത്രമായിട്ട് തീർന്നു മഹാദേവൻ്റെ. വീണ്ടും ഗംഗയെ കാണാണ്ടായി. അപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും മഹാദേവനെ തപസ് ചെയ്തു. ചെയ്തപ്പോൾ മഹാദേവൻ തൻ്റെ ആ ജടയുടെ ഒരു മുടി മാറ്റി കൊടുത്തു അത്രേ. കെട്ടി ആ ഒരു മുടിയുടെ ആ സ്ഥലത്ത് കൂടെ ഗംഗ ഒഴുകി. അങ്ങനെ ഒഴുകുന്ന ആ ഗംഗ ആ ജാൻവ മഹർഷിയുടെ ആശ്രമമൊക്കെ തല്ലിത്തകർത്ത് പോയപ്പോൾ മഹർഷി ആ ഗംഗയെ വായിലാക്കി. അത് കഴിഞ്ഞിട്ട് മഹർഷിയെ തപസ് ചെയ്തു. എന്നിട്ട് മഹർഷിയെ സന്തോഷിച്ചപ്പോൾ ചെവിയിലൂടെ, അതാണ് ജാഹ്നവി എന്നുള്ള പേര് വരുന്നത്. അങ്ങനെയുള്ള എത്രയോ പ്രയത്നം ചെയ്തിട്ടാണ്, അതെന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ പിതൃക്കൾക്ക് അത്രയും വലിയ ഭഗീരഥ പ്രയത്നം ചെയ്ത ആളാണ്. അതുപോലെ പൂരു തൻ്റെ അച്ഛന് വേണ്ടിയിട്ട്, അച്ഛനെ ജരാനരകൾ ബാധിക്കട്ടെ എന്ന് ശാപം കിട്ടിയപ്പോൾ മക്കളോട് ഒന്ന് ചോദിക്കുകയാണ്. ആ അച്ഛൻ്റെ ഒരു കാര്യം ഓരോന്നും നമുക്ക് പഠിക്കാനുള്ളത്. എത്ര അനുഭവിച്ചാലും മതിയാവാത്തതാണ് ലൗകിക സുഖം. അച്ഛൻ മകനോട് ചെന്ന് ചോദിക്കണം, നിങ്ങളുടെ മക്കളോട് ചോദിക്കുക, എനിക്ക് മതിയായില്ല. ലൗകിക അവരുടെ അമ്മമാരുടെ കൂടിയാണ് ജീവിക്കണത്, ലൗകിക സുഖം അനുഭവിക്കേണ്ടത്. ചെന്ന് ചോദിക്കണു, യൗവനം തരുമോ എന്ന് ചോദിക്കണം. അപ്പോൾ അച്ഛന് യാതൊരു മടിയും കൂടാണ്ട് ആ പൂരു തൻ്റെ യൗവനം നൽകി. ആ ജരാനര ഇങ്ങനെയുള്ള ദിവ്യന്മാർ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നിസ്സാര കാര്യത്തിനെ പറ്റിയിട്ട് അച്ഛൻ എന്തിനാണ് ദുഃഖിക്കണത് എന്ന് പറയണു. രാഘവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ, ശ്രീജിതനായതീ കാമുകനായൊരു രാജാധവനാകുമെന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതീനേതുമേ അകപ്പെടാ. അല്ലായെങ്കിൽ എന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാര. ഗുണാംബുദേ രാഘവ പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനാരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ജഗന്നാഥ ഹാ രാമ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ? എന്നെ പിരിഞ്ഞു നീ ഘോര മഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന? എന്നിവണ്ണം പല ജാതി പറയുകയും കണ്ണുനീരാലോല വാർത്തു കരകയും നന്നായി മുറുകെ തഴുകയും പിന്നെ ചുടേ ദീർഘമായി വീർക്കയും ഖിന്നനായോരു പിതാവിനെ കണ്ടുടൻ തന്നെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചൂരക്കുത്തമൻ. ആശ്ലേഷ നീതി
വാഗ്വൈഭവവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയാഗോവിതൻ്റെത. പിന്നെ വല്ലാണ്ട് ദുഃഖിക്കുന്ന അച്ഛനെ മാറോട് ചേർത്ത് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു അവിടെ രാമൻ. എന്തിനെന്താതൻ വൃഥൈവ ദുഃഖിക്കുന്നത്, എന്തൊരു ദണ്ഡാമതിന്നു മഹീപതേ, സത്യത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായ്കയുമില്ലിതു രണ്ടിനും. സോദരൻ നാടു ഭരിച്ചിരുന്നിടുക സാദരം ഞാൻ ആരണ്യത്തിലും വാഴുകൻ. ഓർക്കിലി രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിയിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാത്ത കർമ്മം മമ മാതാവെനിക്കു വിധിച്ചതു നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞ് നീ വൈകാതെ പോവതിനായി വരുവനെന്നരുൾ ചെയ്തു. ദേവനും മാതൃഗേഹം പുക്കതു നേരം. ഹരേ ഹരേ രാമ ഹരേ രാമ. എന്താ ഉറക്ക ചെല്ലാഞ്ഞാരും. ബ്രാഹ്മണരെ കണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിൽ നിന്നായിക്കൊണ്ടു ചെയ്യിച്ചു. വിത്താമതീവദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈക്കൊണ്ടു ഭഗവത് പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളരാതെ നന്നായി സമാധി ഉറച്ചിരിക്കും നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിയിടിനാൻ. രാമാനുഭാഗതനായതു കണ്ടില്ലേ ഭൂമിപാലപ്രിയെ നോക്കിയിടുക എന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നിടിനാൻ. പിന്നെ മടിയിരുത്തി നറുകയിൽ നന്നായി മുകർന്നു കുതൂഹലൽ. ഇന്ദീവരദളശ്യാമ കളേപരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൻ. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു വാരം വിശക്കയോ വന്നിരുന്നിടു ഭുജിപ്പതിന്നാശു നീ എന്നു മാതാവ് പറഞ്ഞോരനന്തരം. വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവകാശമില്ലമ്മേ, ക്ഷിപ്രമാരണ്യവാസത്തിനു പോകണം. മുൾപ്പാടു കേകയാ പുത്രിയാമമ്മയ്ക്കു മൽപിതാ രണ്ടു വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവാൻ. പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക. മാതാവും ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിമോഹിച്ചു വീണിടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞുടൻ തന്നെ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ. ഇന്നു നീ കാനനത്തിന് പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ ദണ്ഡകാര്യത്തിനാശു നീ പോകി ഞാൻ. ദണ്ഡധാരാലയത്തിന് പോയിടുവൻ. പൈതലെ വേറിട്ട് പോയ പശുവിനുള്ള തീ പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നായിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം. എന്തോ പിഴച്ചിതു കൈകേയിയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരാബലാൽ. താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്ക് ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാചാഗമിക്കുന്നതാകിലോ. ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചുടൻ മാനമാവംശവും ഇന്നേ മുടിഞ്ഞു പോം. തത്ര കൗസല്യാവചനങ്ങൾ ഇങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോം വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൾ. ആ അമ്മയുടെ കൗസല്യയുടെ ദുഃഖം കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് ആ ലക്ഷ്മണൻ രാമൻ ഒന്നും മിണ്ടാണ്ടിരുന്നു. എന്താ പറയുക, അമ്മോടൊന്നും പറയാനില്ല അമ്മയുടെ ദുഃഖത്തിൽ. അപ്പോൾ ലക്ഷ്മണന് സഹിക്കാൻ സാധിച്ചില്ല ആ അമ്മയുടെ ദുഃഖം. ആകുലാമെന്തിതു കാരണമുണ്ടാകാൻ ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ദ്രാപകീനം ഷഠപ്രിയം ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയും ഒക്കെ അന്തകൻ വീട്ടിനയച്ച് അഭിഷേകമോരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതൂമതിന്നു ശോകിപ്പതിനന്തർമുത വസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവൻ ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം.
കാര്യമില്ലാത്തതു ചെയ്യുകെന്നാകിലോ രാജാര്യനും ശാസനം ചെയ്യുന്ന ദേവരൂഥം പറഞ്ഞു ത്രിലോകത്രയം തദ്രുഷാ ദുഗ്ധമമ്മാറു സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായ ആലിംഗനം ചെയ്തു. ഹരേ കൃഷ്ണ. സുന്ദരാനിന്ദിരാ മന്ദിരാവത്സനാനന്ദസ്വരൂപൻ ഇന്ദിരാ വിഗ്രഹൻ ഇന്ദീവരാക്ഷൻ ഇന്ദ്രാദി ദിവ്യ വൃന്ദാരകൻ വൃന്ദവന്ധ്യാംഘ്രിയുഗ്മാരവിന്ദൻ പൂർണ്ണൻ ചന്ദ്രബിംബാനനൻ ഇന്ദുചൂടപ്രിയൻ മന്ദാരുവൃന്ദ മന്ദാരദാരൂപമൻ. ആ ഭഗവാൻ അത്രയും കോപം കൊണ്ടിരിക്കണ ആ 2 പ്രാവശ്യം ആ കോപത്തിൻ്റെ മുമ്പിൽ ഭഗവാൻ കാണിച്ചു തരുന്നു. കോപിച്ച് നമ്മളോട് നേരിടുന്നവരോട് എന്ത് വേണം, സൗമ്യമായിട്ട് ഇടപെടണം എന്ന് ഇതിന് മുമ്പ് കാണിച്ചു തന്നു അല്ലേ? എവിടെയാ അതിന് മുമ്പ് കണ്ടേ? നമ്മൾ കോപിച്ച് വന്ന ഒരാളെ അടക്കിയ ഒരു കാര്യം നമ്മൾ നേരത്തെ അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് നമ്മൾ 2 ദിവസം മുമ്പ് നമ്മൾ വായിച്ചപ്പോൾ പറഞ്ഞു കോപത്തോട് കൂടിയിട്ട് മുമ്പിൽ വന്ന്. അതെ, പരശുരാമൻ്റെ മുമ്പിൽ കോപത്തോടു കൂടി വന്നപ്പോൾ രാമൻ സാധനത്തോടു കൂടിയിട്ട് ആ കോപത്തെ നമ്മളോട് ഒരാൾ അങ്ങനെ കോപിച്ച് വരുമ്പോൾ എങ്ങനെ അവരോട് നമ്മൾ പെരുമാറണം എന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എന്ത് ചെയ്തു? അത്രയും പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ചിരിച്ചുകൊണ്ട് ഓടിച്ചെന്ന് ചെന്ന് കെട്ടിപ്പിടിച്ചു. ശാന്തമാക്കാൻ ഏറ്റവും ദുഃഖിച്ചിട്ടും കോപിച്ചിട്ടും ഇരിക്കുന്നവരെ ശാന്താക്കാൻ ഏറ്റവും വലിയ മാർഗ്ഗമാണ് സ്നേഹത്തോടു കൂടി ചെന്നിട്ട് ഇങ്ങനെ ദൃഢമായിട്ട് ആലിംഗനം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ആ ആലിംഗനം ചെയ്തുകൊണ്ട് ആ പുറത്ത് തലോടി കുറച്ച് നേരം അങ്ങനെ നിന്നപ്പോൾ ലക്ഷ്മണനൊരു ഒരു സമാധാനം ആയിപ്പോൾ പറഞ്ഞു. കാരണം ദേഷിച്ച് നിൽക്കണവരോട് നമ്മൾ ന്യായങ്ങൾ പറഞ്ഞാൽ അവർക്കതൊന്നും അവരുടെ തലയിൽ കൊള്ളില്ല. എന്ത് പറഞ്ഞാലും അവർക്ക് കിട്ടില്ല. അവരെ ശാന്തമാക്കിയിട്ട് വേണം അവരോട് പറയാൻ. ശാന്തമായിട്ട് ഇരുന്നിട്ട് വേണം. കോപത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും മിണ്ടാണ്ടിരിക്കുക ഭേദം. സമാധാനമായിട്ട് പറ്റുമെങ്കിൽ ചെന്ന് ഒന്ന് ആലിംഗനം ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ചേർത്ത് പിടിക്കുക. കുട്ടികൾക്കൊക്കെ ദേഷ്യം വരുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുക ഏറ്റവും നല്ലതാണെന്ന് പറയും. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയാമെങ്കിലും ഒന്നിതു കേൾക്ക. നീ പറയാണ്, എനിക്കറിയാം നീ ദേഷ്യമൊക്കെ കളയോ ആദ്യം, എന്നിട്ട് ഒന്നും ഞാൻ പറയണത് ശ്രദ്ധിക്കുമോ? എനിക്കറിയാം നിൻ്റെ ഉള്ളിൽ എന്നോട് എത്ര സ്നേഹം ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. നിന്നോളം ശക്തിയും ആർക്കും ഇല്ല എന്നും എനിക്കറിയാം. അതൊക്കെ അറിയാം. പക്ഷേ ഞാൻ പറയണ കാര്യങ്ങളൊന്ന് നീ ശ്രദ്ധിച്ച് കേട്ടിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. അതല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ ആ ലക്ഷ്മണൻ ശാന്തമായിട്ട്, കാരണം സ്നേഹം എവിടെയാണുള്ളത്, ആ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ പരസ്പര സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ശാന്തിയാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ആ ലക്ഷ്മണനോട് ലക്ഷ്മണന് എത്രയോ സ്നേഹം രാമനോടുണ്ട്, രാമന് അത്രയും സ്നേഹം ലക്ഷ്മണനോടുണ്ട്. അതുകൊണ്ട് അവിടെ ശാന്താക്കാൻ പറ്റും. അതേസമയം ആ സ്നേഹമില്ലാത്ത ഒരവസ്ഥയിൽ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് ആ ദശരഥൻ ചെന്നിട്ട് കൈകേയിയെ ശാന്തമാക്കാൻ നോക്കി ഇതുപോലെ തന്നെ. പക്ഷെ കൈകേയി ശാന്തമായില്ല. കാരണം എന്താ? അവിടെ സ്നേഹമല്ല, സ്വാർത്ഥതയാണുള്ളത്. സ്വാർത്ഥതയുള്ളവർക്ക് ശാന്തി ഉണ്ടാവില്ല. സ്നേഹം ഉണ്ടെങ്കിലേ പരസ്പരം ശാന്താക്കാം. അപ്പോൾ ഭഗവാന് അതാണൊക്കെ അങ്ങനെ ഓരോ രംഗങ്ങളും നമുക്ക് ഉൾക്കൊള്ളാനുള്ളതാണ്. സ്വാർത്ഥതയുള്ളവർക്ക് സ്നേഹത്തിന് വിലയില്ല. സ്നേഹമുള്ളപ്പോൾ അവിടെ ദേഷ്യം അടക്കാനായിട്ട് സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹം കൊണ്ട് അടക്കാൻ സാധിക്കും എന്നതാ അവിടെ കാണിച്ചു തരുന്നു. അവിടെ എന്താ ചെയ്തത്? രാമൻ പറഞ്ഞപ്പോൾ സമ്മതിച്ചേ ഉള്ളൂ. എന്താണോ കൈകേയിയുടെ ഇച്ഛ,
എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് സാധിക്കും. അതാണല്ലോ കൈകേയി രാമനെ അത് പറഞ്ഞ എനിക്കെന്താ ആഗ്രഹം വെച്ചാൽ അതുപോലെ രാമൻ പ്രവർത്തിക്കുക എന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആ കൈകേയിയെ അങ്ങനെ അടക്കാൻ പറ്റുള്ളൂ. അത് അറിയാം. അതാണ് ഓരോ ഘട്ടങ്ങളും നമുക്ക് പഠിപ്പിച്ച് തരുന്ന പാഠാണ്. ഒരാളോട് പെരുമാറുന്ന പോലെയല്ല, എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തരോടും എങ്ങനെ വേണമെന്ന് രാമൻ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചു. അതുപോലെ ഈ ലൗകികമായ ജീവിതത്തിലൂടെ ഗൃഹസ്ഥാശ്രമത്തിലൂടെ നടക്കുമ്പോൾ പല വിധത്തിലുള്ളവർ നമ്മുടെ കൂടെ ഉണ്ടാവും, പല വിധത്തിലുള്ള സ്വഭാവമുള്ളവർ. എല്ലാവരെയും ഒരുപോലെ അടക്കാൻ സാധിച്ചു എന്ന് വരില്ല. ഓരോരുത്തരെയും മനസ്സിലാക്കി തന്ത്രപൂർവം അവരോട് പെരുമാറാനായിട്ട് പഠിക്കണം എന്ന് രാമൻ പഠിപ്പിച്ചു തരുന്നു. ദൃശ്യമായുള്ളൊരു രാജദേഹാദിയും വിശ്വവും വിശേഷ ധാന്യാധനാദിയും സത്യമെന്നാകിലേതത് പ്രയാസന്തവായുക്ത അതല്ല എങ്കിൽ എന്തീനാൽ ഫലം. ഇപ്പോൾ നീ പറയണ്ട ഈ രാജ്യം എനിക്ക് തരാമെന്ന്, അല്ലേ? എനിക്ക് ഈ രാജ്യം തരാമെന്ന് നീ പറയണ്ട്, കാണുന്ന രാജ്യം മുഴുവൻ എനിക്ക് തരാം എന്ന് പറയണു. ശരിയാണ്, നിന്നെക്കൊണ്ട് സാധിക്കും അത് തരാൻ. പക്ഷേ ഇതിനു മുമ്പ് എത്രയോ പേര് അവരുടെ രാജ്യമാണെന്ന് പറഞ്ഞാൽ എത്രയോ പേര് ഇതിനു മുമ്പ് രാജ്യം ഭരിച്ചവരുണ്ട്, അല്ലേ? അവരുടെയൊക്കെ എത്രയോ പേരുടെ സ്വന്തമായിരുന്ന രാജ്യമായിരുന്നു. ഇപ്പോൾ നമ്മൾ വീടായാലും അതെ, ഇങ്ങനെ വളച്ച് കെട്ടി ഇതെൻ്റെന്ന് പറഞ്ഞ് വയ്ക്കേണ്ടത്. നമുക്ക് മുമ്പ് എത്രയോ പേര് അവരുടെയാണെന്ന് പറഞ്ഞ് വളച്ച് കെട്ടി. അവർക്ക് ആർക്കെങ്കിലും ഇതിൽ നിന്ന് ഒരു തരി മണ്ണ് പോലും കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടില്ല. എത്ര വഴക്കും വക്കാണും ഒക്കെ കഴുകിയിട്ട് അങ്ങോട്ട് കയറ്റി ഈ വേലി ഇങ്ങോട്ട് കയറ്റി എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള അടിയും വഴക്കും വക്കാണൊക്കെ ആക്കിയിട്ട് സമ്പാദിച്ചതാവും. എന്നിട്ട് ആ സമ്പാദിച്ചതിന് എന്തെങ്കിലും ഇല്ല, ഒന്നും ഒത്തിടാ കൊണ്ടുപോകാനൊരു ചത്തുപോം നേരം വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ടുപോകാനൊരുത്തർക്കും എന്ന് പറയുന്ന പോലെ ഒരാൾക്കും സാധിച്ചിട്ടില്ല. നമ്മുടെ ഇത് കഴിഞ്ഞു, നമ്മളിതൊക്കെ സ്വന്തമാക്കി വെച്ചു. ഇപ്പം നീ പറയണ പോലെ യുദ്ധം ചെയ്ത് ഞാനിത് സ്വന്തമാക്കി വെച്ചു. എത്ര കാലം, എൻ്റെ കാലം കഴിഞ്ഞത് ഇതുപോലെ വേറൊരാൾക്ക് വന്നിരിക്കണം. അപ്പോൾ ഇതൊന്നും ശാശ്വതമല്ല. അപ്പോൾ ഈ ശാശ്വതമല്ലാത്ത ഒന്നിനു വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ പ്രയത്നിക്കേണ്ട ആവശ്യം? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ വന്യസന്തപ്തലോഹാസ്തു അമ്പുബിന്ദുന സന്നിഭം മത്യജന്മം ഗൽക്ഷണാഭംഗുരം ചക്ഷുശ്രവണാകളസ്തമാൻ ദുർധരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ. തവളയാണ് അവിടെ രണ്ട് ഉദാഹരണങ്ങൾ പറയണു. അതായത് ഒരു ഉദാഹരണം പറയണത് ചുട്ടുപഴുത്ത ആ ഒരു ഇരുമ്പിൽ ഒരു തുള്ളി വെള്ളം വീണാൽ അതെങ്ങനെയാണോ പോണേ അത്രയ്ക്കേ ഉള്ളൂ മനുഷ്യായുസ് എന്ന് പറയണു. പിന്നെ നമ്മളെന്താണെന്നറിയോ പറയണത്? ചക്ഷുശ്രവണാകലസ്തമം ദുർധരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ പറയണു. അത് പാമ്പിൻ്റെ വായയിൽ പെട്ടിരിക്കണ തവള, പാമ്പിൻ്റെ വായയിൽ പെട്ട് പകുതി മുക്കാലും അതിൻ്റെ വായ മാത്രമേ പുറത്തേക്കുള്ളൂ, ബാക്കിയൊക്കെ പാമ്പ് വിഴുങ്ങി. ആ വിഴുങ്ങിയിരിക്കുന്ന പാമ്പ് അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട് തവളയുടെ മുമ്പിൽ കൂടെ ഒരു ഈച്ച പറന്നു പോകണം, വേഗം തവള നാവ് നീട്ടി. അതുപോലെയാണ് നമ്മളുടെ ആയുസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ഈ ശരീരത്തെ വിട്ടു പോവാം. അങ്ങനെ ഇരിക്കുന്ന നമ്മൾ ഓരോന്ന് കാണുമ്പോഴും അതിനോടുള്ള അത്യാഗ്രഹം കൊണ്ട് നമ്മളുടെ അവസ്ഥ മറന്നിട്ടിരിക്കുകയാണ്. അതുപോലെയാണ് കാലാഹിനാപരിഗ്രസ്തമം ലോകവും ആലോല ചേതസാഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാല സ്ഥിതാമോർക്ക നീ പാന്ധർവരു വഴി അമ്പലം തന്നിലെ താന്തരായി വന്നു താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. ഇപ്പം അച്ഛൻ അമ്മ കുട്ടികളെന്നൊക്കെ പറയണ്ടേ, ഇവർ എല്ലാ കാലാകാലത്തിലെ ഈ ലോകാവസാനം വരെ ഇവർ ഒരുമിച്ചിരിക്കുകയൊന്നുമില്ല. കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകുമല്ലേ. ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ അച്ഛനും അമ്മമാരും മാത്രം ഇങ്ങനെ ഇരിക്കും. എത്ര നമ്മൾ താലോലിച്ച് എങ്ങനെയായി എത്ര സ്നേഹിച്ചിട്ടായാലും ഒരു പരിധി വരെ അവർക്ക് അതാണ് ലോകത്തിൻ്റെ അതങ്ങനെയാണ്. അപ്പോൾ ഒന്നിനോടും മമത വയ്ക്കാതിരിക്കുക ചെയ്യേണ്ടത് എന്ന് അവിടെ ശ്രീരാമസ്വാമി പറയുന്നു. അപ്പോൾ അതുകൊണ്ട്
വഴിയമ്പലം എന്ന് പറഞ്ഞിട്ട് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു, ഇപ്പോഴൊന്നുമില്ല. പണ്ട് കാലത്ത് ഈ വഴിയമ്പലം ഉണ്ടാവും. ഇപ്പോൾ എന്ന് പറയുന്നത് ഏറ്റവും ഉദാഹരണം പറയാൻ നല്ലത് ട്രെയിനാണ്. 2 ദിവസത്തേക്കൊക്കെ നമ്മൾ എവിടേക്കെങ്കിലും ട്രെയിനിന് പോകാന്ന് വെച്ചാൽ ആ ട്രെയിനിൻ്റെ അപ്പുറത്തും ഇരിക്കുന്നവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് അവരുടെ എല്ലാ വിശേഷങ്ങളും അറിഞ്ഞാലേ നമുക്ക് സമാധാനമുള്ള. എവിടുന്നാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്, എന്താണ് എവിടുന്ന്. അവരുടെ വീട്ടിൽ ഇനി അവരെക്കാളും കൂടുതൽ അവരുടെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. എന്നിട്ട് പിന്നെ അങ്ങോട്ട് സ്നേഹത്തോടു കൂടി ഫോൺ നമ്പറൊക്കെ മേടിക്കും. ഒരാളെ കണ്ടാൽ അവരെ പരിചയം. അത് ചിലവർക്ക് അത് വല്ലാത്തൊരു ആരെങ്കിലും കണ്ടാൽ അവരുടെ വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും മുഴുവനും എന്നിട്ട് അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനമുള്ള? ഒരു പ്രയോജനമില്ല. എന്നിട്ട് ഫോൺ നമ്പറൊക്കെ നോക്കി ചിലവരൊക്കെ ഇറങ്ങി പോകുമ്പോൾ കരയൊക്കെ ചെയ്യും 2 ദിവസം കൂടി ഇരുന്നിട്ടേ. അതേസമയം ഓർമ്മ വെച്ച നാൾ മുതൽ അച്ഛൻ്റെ അമ്മയുടെയും മുഖം കണ്ട് വളർന്ന് ഇന്നലെ കണ്ട ഒരാളെ കാണുമ്പോൾ അവരെ പിന്നാലെ പോകുമ്പോൾ ഒരു കരച്ചിലും ഇല്ല. അതാ പറഞ്ഞ ഓരോരോ അവസ്ഥകൾ കാണുമ്പോൾ നമുക്ക് ചിരിക്കാൻ തോന്നും ശരിക്കും പറയുകയാണെങ്കിൽ. അങ്ങനെ പെരുവഴി അമ്പലത്തിൽ അതുപോലെ എല്ലാവരും പോണ പോലെ തന്നെയുള്ളൂ. നല്ല മഴക്കാലത്ത് മരക്കഷ്ണങ്ങളൊക്കെ ഒത്തുകൂടി ഒഴുകിപ്പോവും. അത് കുറച്ച് കഴിഞ്ഞാൽ ആ നദി പല വഴിക്ക് പിരിയണ പോലെ ഇതങ്ങടും ഇങ്ങോട്ടുമൊക്കെ പിരിഞ്ഞ് ആ ഒഴുക്കിനനുസരിച്ച് നീങ്ങിപ്പോവും. അത്രയൊക്കെ തന്നെയുള്ളൂ ബന്ധങ്ങൾ. ലക്ഷ്മിയും അസ്ഥിരായല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരദ്രുവും സ്വപ്നസമാനം കളത്ര സുഗന്ധൃണാം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ ഓർക്ക ഗന്ധർവ നഗര സമാമതിൽ മുഖ്യന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു. ആദിത്യദേവാനുദിച്ചിതു വേഗേന യാഥാപതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നിതു ദയശൈലോപരി വിദ്രുതം പിന്നെയും ഭാസ്കരൻ വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. ഇത്തം മതിഭ്രമമുള്ള ഒരു ജന്തുക്കളിത്തെ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ് പോകുന്നതേതും അറിയില്ല മായാസമുദ്രത്തിൽ വീണു മുങ്ങിക്കിടക്കയാൽ. ആയുസ് കുറയാണ്, പ്രായം കുറയാണെന്നൊന്നും തോന്നില്ല. ഇപ്പോഴും നമുക്ക് തോന്നുക നമുക്ക് 16 വയസ്സായിട്ടേ ഉള്ളൂ. ഇതെന്ത് ഇത്ര വേഗം നമ്മുടെ മുടിയൊക്കെ നരയ്ക്കണേ, ഇതെന്ത് ഇത്ര നേരത്തെ മുടി നരച്ചെന്നാണ് നമുക്ക് തോന്നണേ. ആ മുടിയൊക്കെ കറുപ്പിച്ച് അങ്ങനെ ഇരിക്കാനാണ് നമുക്ക് സന്തോഷം. കാരണം വയസ്സായെന്ന് നമുക്ക് തോന്നണില്ല. എത്ര വയസ്സായെന്ന് ചോദിച്ചാൽ എത്രയും കുറച്ച് പറയാമോ അത്രയും കുറച്ച് പറയാം. പക്ഷേ നമ്മൾ പറഞ്ഞുകൊണ്ടോ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടോ മുടി കറുപ്പിച്ചുകൊണ്ടോ ഇത് ചെയ്തുകൊണ്ടോ ഒന്നും ആ കാലഗതിക്ക് യാതൊരു തടസ്സവും ഇല്ല. അത് അതിൻ്റെ സമയമാകുമ്പോൾ പോവുക ചെയ്യാം. ആയുസ് പോകുന്നതേതും അറിയില്ല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു ചിത്തമോഹേന മരിക്കുന്നിതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോത്തറിയുന്നില്ല മായ തൻവൈഭവം. പോളിതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലും ഉണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കളിൽ പുരുഷൻ ഗതിയേതും അറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നും ആരായികയാൽ. ആമകുംഭാമ്പു സമാനമായുസുടൻ പോമതേതും ധരിക്കുന്നതില്ലേതുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാഘ്രിയെപ്പോലെ ജരായും അടുത്തു വന്ന് ആക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടെ ഒരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തുള്ളിയിലിരിക്കുന്നു. എപ്പോഴാണ് പിടിക്കാൻ പറ്റുക, എപ്പോഴാണ് പിടികൂടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കള്ളന്മാർ കക്കാനായിട്ട് വന്ന് പരിസരത്ത് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ എപ്പോൾ പിടിക്കാൻ പറ്റും എന്നുള്ളത് അതിൻ്റെ സന്ദർഭം കാത്തിട്ട് ആ മരണം എപ്പോഴും നമ്മളുടെ കൂടെ തന്നെ അവസരം പാർത്തിരിക്കണമെന്ന് പറയാണ്. ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹം ആമ്രേടിതം കലർന്നിടും ദശാന്തരെ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലം. ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ മനുഷ്യനാണ്, ഞാനിതാ ആഢ്യനാണ്, ഞാൻ നല്ല കുലത്തിൽ ജനിച്ച ആളാണ്, ഞാൻ പണക്കാരനാണ് എന്നൊക്കെ പല വിധത്തിലുള്ള അഹങ്കാരങ്ങളും കൊണ്ട് നടക്കണതിൻ്റെ ഇടയ്ക്ക് ആ ശരീരം അല്ലേ വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹം ഒരേടത്ത്. അങ്ങനെ പതിക്കുന്ന ദേഹത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കത്തിച്ച് കളയും. അല്ലെങ്കിൽ എന്തുണ്ടാവും, ജന്തുക്കൾ വന്ന് തിന്ന് അവരുടെ മലമായിട്ട് തീരും.
അതാണുള്ള ആ ശരീരത്തിന്. അത്രയേ ഉള്ളൂ ദേഹം കൊണ്ട് അങ്ങനെയല്ല. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ത്വങ്മാംസരക്താസ്തി വിന്മൂത്രമേധസം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളോ നദിധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസാതാരിൽ നിരൂപിച്ചതും തവ എന്നറിയുക നീ ലക്ഷ്മണ. എനിക്ക് അറിവില്ലാത്തത് കൊണ്ടാണെന്ന് ഇത്രയൊക്കെ പറഞ്ഞിട്ടാണ് പറയണത്. നീ വീണ്ടും വിചാരമില്ലാണ്ട് അറിവില്ലാണ്ട് ചിന്തിച്ചത് കൊണ്ടാണെന്ന്. ആദ്യമേ തന്നെ എന്താ ലക്ഷ്മണ ഇങ്ങനെയൊക്കെ നീ അറിവില്ലാണ്ട് ഇങ്ങനെ ചിന്തിച്ചാൽ എന്ന് ചോദിച്ചാൽ അത് അപകടമായിട്ട് തീരും. അപ്പോൾ ആദ്യം തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് പറയണത്. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ, അറിവില്ലായ്മ കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ദോഷങ്ങളൊക്കെ ദേഹാഭിനമാനിനം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക് നീ എന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാമവിദ്യയാകുന്നതും ഞാൻ ഈ ശരീരമാണ്, അതിനോട് ബന്ധപ്പെട്ടതെല്ലാം എൻ്റെ ആണെന്നുള്ള ആ ഒരു ഭാവം ഉണ്ടല്ലോ, ആ മമത്വമൊക്കെ ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഏറ്റവും വലിയ ദോഷമായിട്ട് തീരുന്നത്. ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്നു മോഹൈകഹാന്ത്രിയായുള്ളതു വിദ്യകൾ സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നതും തത്ര കാമക്രോധലോപമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയുക നീ. നമ്മുടെ ആരാണ് നമ്മുടെ ശത്രുക്കളെന്ന് പറഞ്ഞു തരണം. പുറമേന്ന് ഒരാളും നമ്മുടെ ശത്രുക്കളല്ല. ഒരു വാക്കുകൊണ്ട് ഒരാൾ നമ്മളെ തളർത്തുന്നുണ്ടെങ്കിൽ അവരുടെ വാക്ക് കേട്ട് തളരാൻ നമ്മൾ നിന്നിട്ടാലേ, അവരുടെ വാക്ക് കേട്ടിട്ട് നമ്മളായിട്ട് നിന്നാൽ മതി. അത് ചെയ്തത് ശരിയായില്ല, അതങ്ങനെ ഇതിങ്ങനെയെന്ന് പറയാനായിട്ട് ബഹുജനം പലവിധമാണ്. ഒന്ന് അല്ലെ, അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയും. അങ്ങനെ പലരും പല വിധത്തിൽ നമ്മളോട് പെരുമാറുമ്പോൾ അതൊക്കെ കേട്ട് തളരാനായിട്ട് നമ്മൾ നിന്ന് കൊടുക്കുക. അവരുടെ കുഴപ്പമൊന്നുമല്ല, അത് ആ പരസ്വഭാവമാണ്. അതിനെ നമ്മളുടെ ഉള്ളിലേക്ക് എടുത്ത് വെറുതെ നമ്മൾ ആദ്യം ഉണ്ടാക്കുകയാണ്. അപ്പോൾ പറയണു, നമ്മുടെ ശത്രുക്കളായത് ആരാ? നമ്മൾ തന്നെയാണ്. അപ്പോൾ നമുക്കപ്പോൾ അതിൽ നിന്ന് ആ ദേഷ്യം ആദ്യം സങ്കടത്തിൽ നിന്ന് അല്ലേ, ആദ്യം ആ സങ്കടം വന്ന് സഹിക്കാൻ പറ്റാണ്ട നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുകയാണ്. ആ ആഗ്രഹം വേണ്ട വിധം ആയില്ല എന്ന് പറയുമ്പോൾ അത് നിരാശയിൽ നിന്ന് സങ്കടമായി, സങ്കടത്തിൽ നിന്ന് കോപമായി, അങ്ങനെ കാമക്രോധാദികളാകുന്ന ശത്രുക്കൾ. ഒരു ശത്രു വന്നാൽ അതിൻ്റെ പിന്നാലെ ബാക്കിയൊക്കെ കൂട്ടുകാരാണ്. ഒരാളെ മുന്നേക്ക് വിടും, എന്നിട്ട് അവരങ്ങോട്ട് ആക്രമിച്ചിട്ട് കീഴ്പ്പെടുത്താൻ തുടങ്ങിയാൽ മറ്റുള്ളവരൊക്കെ വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തും. അങ്ങനെയാണ് മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളൊന്നതിൽ ക്രോധാമറികടോ. ഏറ്റവും ബുദ്ധിമുട്ട്, അതിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ദേഷ്യമാണ്, ക്രോധമാണ് ഏറ്റവും വലിയ ശത്രു. മാതൃഭൃതുഭ്രാതുമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതൂപുമാൻ. ഒരു ദേഷ്യം കൊണ്ട് അല്ലേ നമ്മൾ കാണുന്നുണ്ടല്ലേ, കൊച്ചു കുട്ടികളെ പോലും പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ദേഷ്യം വന്നിട്ട് വലിച്ചെറിഞ്ഞതാണ്. കൊല്ലണം എന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷെ എന്താ ഉണ്ടായേ, അങ്ങനെയുള്ള കഥകൾ വരെ നമ്മൾ കേൾക്കണു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ക്രോധമൂലം മനസ്താപമുണ്ടായി വരും, ക്രോധമൂലം നൃണം സംസാരബന്ധനം, ക്രോധമല്ലോ നിജകർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കണം ബുധജനം, ക്രോധമല്ലോ യമനായതൂ നിർണയം, വൈതരണ്യാഖിയാകുന്നതൂ തൃഷ്ണയം, സന്തോഷമാകുന്നതു നന്ദനം വനം, സന്തതം ശാന്തിയെ കാമാസുരാഭികൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ. എന്നാൽ ഒരു ജാതിയും വരാ. അപ്പോൾ ആ ആഗ്രഹമാകുന്ന മമത്വമാകുന്ന മത ആഗ്രഹം, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവുക, ആ ആഗ്രഹം സഫലീകരിക്കാണ്ട് വരിക, അതിൽ നിന്നാണ് ആ ക്രോധത്തിൻ്റെ ഉത്ഭവം. അതിൽ നിന്നാണ് അനാവശ്യമായിട്ടുള്ള ആ മമതയും അനാവശ്യമായിട്ടുള്ള ചിന്തയും നമ്മളിപ്പോൾ ആലോചിക്കുകയാണ്, അതെൻ്റെ എന്ന് ചിന്തിച്ചു. കുറച്ച് കഴിയുമ്പോൾ ആ മമത്വം കൊണ്ട് വരുന്നതാണ് അല്ലേ, എപ്പോഴും അതെ. അങ്ങനെ ഇത്രയും നമ്മളെ എല്ലാം പ്രതീക്ഷ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്നേഹം പോലും ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ പ്രതീക്ഷ വെച്ചിട്ട്, നാളെ അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായി വെച്ചാൽ പിന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ പോവില്ല. കാരണം ഇത്രയൊക്കെ സ്നേഹിച്ചിട്ട് ഇങ്ങനെയല്ലേ പെരുമാറി, അത് തിരിച്ച് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ എന്ത് ചെയ്താലും
അതൊക്കെ ദുഃഖത്തിന് കാരണമാവും. അതുകൊണ്ടാണ് പറയണത് എല്ലാം ഈശ്വരനാണെന്ന് കണ്ട് സ്നേഹിക്കൂ, എല്ലാം ഭഗവാനിൽ സമർപ്പിക്കൂ. എല്ലാ കർമ്മങ്ങളും ഈശ്വരൻ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചിലപ്പോൾ നന്നായിന്ന് വരും, ചീത്തയായിന്ന് വരും. അതിനെ പലരും പലതും പറഞ്ഞു വരും. അത് ചെയ്തത് ശരിയായില്ല എന്ന് പറയും, ശരിയാണെന്ന് പറയും, പലതും ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കാതെ കണ്ട് എല്ലാം അല്ലേ. മുജ്ജന്മാർജിത കർമ്മമശേഷം തിരുമൽ കാഴ്ച നിനക്കിനി വച്ചൻ എന്നും മാധവലീലകൾ പാടാൻ വരമരുളേണം നാരായണ ജയ. അങ്ങനെയല്ല കേട്ടോ. എന്നും മുജ്ജന്മാർജിത കർമ്മമശേഷം തിരുമുൽ കാഴ്ച നിനക്കിഹ വച്ചൻ ജനി മരണങ്ങളെനിക്കിനി വേണ്ട പരിപാലയമാം നാരായണ ജയ എന്നാണ്. ഞാനപ്പോൾ എനിക്കിഷ്ടം ഭഗവാന്റെ കഥകൾ പറയാനാണല്ലോ. അതുകൊണ്ട് ഞാൻ പറയും എന്നും മാധവലീലകൾ പാടാൻ വരമരുളേണം നാരായണ ജയ. ഭഗവാന്റെ കഥകൾ പ്രാണൻ വെടിയുന്നത് വരെ, പോകുന്ന നേരം വരെ ഈശ്വര കഥകൾ പറഞ്ഞ് ഈശ്വരനാമം ജപിച്ചിരിക്കാനായിട്ട് അനുഗ്രഹിക്കണേ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് പറയണു, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ശാന്തിയെ ലഭിക്കുമെന്ന് പറയുന്നു. ദേഹേന്ദ്രിയ പ്രാണബുദ്ധിയാദികൾക്കെല്ലാം ആഹന്തമേലെ വസിപ്പതാത്മാവുകൾ ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം പരം നിർവികാരം ഘനം സർവൈക കാരണം സർവജഗന്മയം സർവൈക സാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേതസി ഭാവിച്ചു കൊള്ളുക. നീ സാരജ്ഞനായ നീ കേൾക്കാ സുഖ ദുഃഖം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മയാമായാചരിച്ചിടുകന്നേ വരും. കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം പറയണു. എങ്ങനെ കർമ്മം ചെയ്യണം എന്ന് പറയാണ്. ആ കർമ്മങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാ? കർമ്മങ്ങളൊക്കെ ഒന്നിലും കർമ്മങ്ങൾ ചെയ്യേണ്ടതൊക്കെ കർത്തവ്യമാണ് എന്ന് വിചാരിച്ചിട്ട് തന്നിലെ ഈശ്വരൻ തന്നിലേൽപ്പിച്ച ആ കർമ്മപ്രാരാബ്ധങ്ങളെല്ലാം ആ കർത്തവ്യമാണ് എന്നതായിട്ട് അത് മുഴുവനും എങ്ങനെയാണോ വേണ്ടത് അത് വേണ്ടതുപോലെ അനുഷ്ഠിക്കണം. അതായത് സന്തോഷത്തോട് കൂടിയിട്ട് ഇതൊക്കെ ഇങ്ങനെ ചെയ്യേണ്ടി വന്നുല്ലോ, എനിക്ക് ഇങ്ങനെയായില്ലോ എന്നും പറഞ്ഞാൽ അങ്ങനെയല്ല. അതൊക്കെ ഈശ്വരൻ തന്ന നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങളെ തീർക്കാൻ ഭഗവാൻ തന്ന അനുഗ്രഹമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് സന്തോഷത്തോട് കൂടിയിട്ട് ആ കർമ്മങ്ങളിലൊക്കെ ആത്മാർത്ഥമായിട്ട് ആ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിയുക. എന്നാൽ ചെയ്യുന്ന കർമ്മങ്ങളിലൊന്നും സംഘം ഉണ്ടാവരുത്. കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അതിന് ഫലം കാക്ഷിക്കരുത് ആ ചെയ്യുന്ന കർമ്മങ്ങൾക്ക്. കാരണം അതൊന്നും നമ്മുടെ കർമ്മപ്രാരാബ്ധത്തെ തീർക്കാനാണ്. അതിന് പ്രത്യേകിച്ച് വേറെ ഫലമൊന്നും നമ്മൾ കാക്ഷിക്കരുത് എന്ന് പറയുന്നു. എങ്ങനെയാണോ ഒരു ആയ ഒരു കുഞ്ഞിനെ നോക്കണത്, അതുപോലെ ആയയ്ക്ക് ആ കുഞ്ഞ് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും. കുഞ്ഞിനും ആയയാവും പ്രിയപ്പെട്ടത്. ആയയെ ചിലപ്പോൾ അമ്മ എന്നൊക്കെയാവും കുഞ്ഞ് വിളിക്കുക. അതിൻ്റെ അമ്മയെക്കാളും കൂടുതൽ സ്നേഹമായിരിക്കും. ആ സ്നേഹം പരസ്പരം ആ സ്നേഹം വരുമ്പോഴും ആ ആയയുടെ ഉള്ളിലുണ്ടാവും ഇത് എൻ്റെ കുഞ്ഞല്ല, നാളെ ഒരു പക്ഷേ ഇതിനെ എനിക്ക് വിട്ടു പോകണം എന്നുള്ള അത് ഉള്ളിൽ ഉറപ്പിച്ചിട്ട് വേണം. അല്ലാണ്ട് ഞാൻ ഈ കുട്ടിയെ വിട്ടു പോവില്ല, ഇതെൻ്റെ കുഞ്ഞാണ്, ഇതിനെ ഞാൻ തരില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ തന്നെയാണ് നമുക്കും ഈ ഭൂമിയിലേക്ക് ഭഗവാൻ ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ ഈ ഒരു ജോലിക്ക് നിർത്തിയേക്കണം. ആ ജോലികളൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകണമല്ലേ. ജോലി തീർന്നു കഴിഞ്ഞിട്ട് ഇത്രയും കാലം ഞാൻ ജോലി എടുത്തതാണ്, ഞാനിനി ഇവിടെ വിട്ടിട്ട് പോയി സ്കൂളിൽ ജോലി ചെയ്തു 55 കൊല്ലം ജോലി ചെയ്ത സ്കൂളാണ്, ഈ സ്കൂൾ എൻ്റെ, ഞാൻ ഇവിടുന്ന് ഇനി പോവില്ല എന്ന് പറഞ്ഞിട്ട് ടീച്ചർ വാശി പിടിച്ചാൽ പറ്റുമില്ല. അത് കഴിഞ്ഞാൽ പോകണം. അതുപോലെ തന്നെയാണ് കർമ്മങ്ങളൊന്നും ഫലം ഉണ്ടാവേണ്ട, ചെയ്യുക. ബാക്കിയൊക്കെ ബ്രഹ്മണീ നിത്യം സമർപ്പിച്ചു ചെയ്യണം. ഒക്കെ ഈശ്വരന് സമർപ്പിച്ചിട്ട് ചെയ്യുക വേണ്ടത്. നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ അപ്പോൾ അങ്ങനെ ചെയ്താൽ ആ കർമ്മത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കും. ഞാൻ ചെയ്യണു എന്നുള്ള ഭാവത്തിൽ ചെയ്താൽ സൽക്കർമ്മത്തിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കേണ്ടി വരും, ദുഷ്കർമ്മത്തിൻ്റെ ഫലവും നമുക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ വീണ്ടും ജനന മരണങ്ങളിൽ ചെന്ന് നട്ടം തിരിയേണ്ടി വരും. അപ്പോൾ കർമ്മം ഞാൻ ചെയ്യണു എന്ന് വിചാരിച്ചിട്ടുള്ള എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചാൽ ആ കർമ്മഫലങ്ങൾ നമുക്ക് വന്നു ചേരുന്നില്ല. അതൊക്കെ ഭഗവാന്റെ പാദത്തിൽ വരുമ്പോൾ നമ്മൾ കർമ്മബന്ധങ്ങളൊക്കെ അറ്റിട്ട് മോക്ഷപ്രാപ്തി ഉണ്ടാവണമെന്നാണ് പറയണത്. ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചുതൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശു കളക നീ. മാനമല്ലോ പരമാപദാസ്പദം
സൗമിത്തിരനോടി വണ്ണാമരുൾ ചെയ്തു സൗഖ്യമോടും മാതാവിനോട് ചൊല്ലിനാൾ, കേൾക്കണമമ്മേ തെളിഞ്ഞു നീ എന്നോടെ വാക്കുകളേതും വിഷാദമുണ്ടാകൊല. ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത്, ആത്മാവിനെ അറിയാത്തവരെ പോലെ സർവ്വലോകങ്ങളിലും ധരിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴുകെന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനി നീ കേവലം. ആശു 14 സംവത്സരം വനാദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം മകളെ കളഞ്ഞുടാൻ ഉൾക്കനീവോടും അനുഗ്രഹിച്ചിടണം. അച്ഛനെന്തൊന്നുള്ളിൽ ഇച്ഛയെന്നാൽ ഇച്ഛയെന്നങ്ങുറച്ചിടണം. അമ്മയും ഭർത്തൃകർമാനു കാരണമത്രപാതിവൃത്യ നിഷ്ഠാവധൂനാമെന്നു നിർണയം. മാതാവു മോദാലനുവദിച്ചിടുകിൽ ഏതുമേ ദുഃഖമെനിക്കില്ല കേവലം. കാനനാവാസം സുഖമായി വരും തവ മാനസേ ഖേദം കുറച്ചു വാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും പിന്നെയും മാതൃപാദാന്തികം പ്രീതി കൈക്കൊണ്ടെടുത്തുത്സംഗസിംനി ചേർത്ത ആദരാൽ മുഗ്നി ബാഷ്പാഭിഷേകവും ചെയ്തു ചൊല്ലിനാൾ ആശീർവചനങ്ങളോട് കൗസല്യയും ദേവകളോടിരന്നിടിനാൾ. നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അമ്മയും ആശ്വസിപ്പിച്ചുകൊണ്ടതാ ഭഗവാൻ അവിടെ നിന്ന് പുറപ്പെടാൻ യാത്രയായപ്പോൾ അതാ കൗസല്യ എല്ലാ ദുഃഖങ്ങളെയും വിട്ടിട്ട് മകനെ കെട്ടിപ്പിടിച്ചിട്ട് ആശ്രയിച്ച് അനുഗ്രഹിച്ചതാ പറഞ്ഞയക്കുന്ന രംഗങ്ങൾ. അപ്പോൾ കൗസല്യയുടെ ഈ പ്രാർത്ഥന നമ്മൾ ഓരോരുത്തർക്കും എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മുടെ സ്വന്തം മക്കളെ എന്ന് വിചാരിച്ചിട്ടല്ല, എല്ലാ കുഞ്ഞുങ്ങളും നമ്മുടെ മക്കളാണ് വിചാരിക്കുക. ഓരോ കുഞ്ഞും ഇപ്പം നമ്മുടെ മക്കൾ, അപ്പുറത്തെ വീട്ടിലെ മക്കൾ, അങ്ങനെ ഒരു വ്യത്യാസം വരാതെ കണ്ട് ഓരോരുത്തരും നമ്മുടെ മക്കളാണ് എന്നുള്ള ഭാവത്തിൽ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വേണ്ടിയിട്ട്, എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് സമർപ്പിക്കാം. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടതയാബ്ദേ പുരുഷോത്തമാഹരേ മൃത്യുഞ്ജയാ മഹാദേവ ഗൗരീപദേ വൃത്രാരിമുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖാവിനാശിനി സർഗസ്ഥിതിലയാകാരിണി ചണ്ഡികേ എന്മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. ഇത്തമർത്തിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധാഭാഷ്പം ഗാഠഗാഠം പുണർന്നുടൻ ഈരേഴു സംവത്സരം കാനനെ വസിച്ചാരാൾ വരീകെന്നനുവദിച്ചിടിനാൽ തൽക്ഷണേ രാഘവാനത്വാസഗദ്ഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാൻ അനാകുലം എന്നുള്ളിലുണ്ടായിരുന്നു ഒരു സംശയം. നിന്നരുളപ്പാട് കേട്ടു തീർന്നു തുലം ത്വൽപാദ സേവാർത്ഥമായിട്ടടിയനും ഇപ്പോൾ വഴിയെ വിടകൊള്ളുവനെന്നുമേ മോദാലതിനായി അനുവദിച്ചിടണം. സീതാപതേ രാമചന്ദ്രാദയാനിധേ പ്രാണങ്ങളെ കടഞ്ഞിടുവീനല്ലായിലേണങ്കതുല്യാവതനാ രഘുപതേ എങ്കിൽ നീ പോന്നുകൊണ്ടാലോ എന്നാദരാൽ പങ്കജാലോചനൻ താനും അരുൾ ചെയ്തു. വൈദേഹി തന്നോട് യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗ്രഹം ബുക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതാമുദ്ധാനവും ചെയ്തു. കാഞ്ചനാപതസ്ഥമായ തോയം കൊണ്ടുവാൻ ചെയ്യാൽ തൃക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷമുൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു. സുന്ദരീ മന്ദം പറഞ്ഞിടിനാൾ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമുക്ക് ഈ ഭാഗം ഇവിടെ സമർപ്പിക്കാം. ഇനി കുറച്ചധികം വായിക്കാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് 10 മണിയാകുമ്പോഴേക്കും അത് തീരില്ല.
ഇവിടെ സമർപ്പിച്ചിട്ട് നാമം ജപിച്ച് നമുക്ക് ഇന്നത്തെ പാരായണം ഭഗവാന്റെ പാദത്തിൽ ആ സീതാ സമേതനായിരിക്കണം ആ ശ്രീരാമസ്വാമിയുടെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം ഇവിടെ സമർപ്പിക്കാം. ഇവിടെ പറഞ്ഞതും നിങ്ങൾ ശ്രവിച്ചതുമായിട്ടുള്ള എല്ലാം ആ ഭഗവാന്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കണം. അറിഞ്ഞോ അറിയാണ്ടോ മനസ്സും ചിന്തകളോ കണ്ണുകൾ നമ്മുടെ ഇന്ദ്രിയങ്ങളോ പല വഴിക്ക് പോയിട്ടുണ്ടാവാം. അതെല്ലാം ഭഗവാനെ അവിടുത്തെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഓരോ ദിവസവും ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് അങ്ങയുടെ ആ പാദത്തിലുള്ള ഭക്തി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് വേണ്ട വിധത്തിൽ ശ്രവിക്കാനും വേണ്ട വിധത്തിൽ പറയാനുമായിട്ട് നമ്മളെല്ലാവരും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എല്ലാവർക്കും മനസ്സ് ശാന്തിയും സമാധാനം ഉണ്ടാവട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഇത് നാമം ജപിച്ച് സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലൂർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീ രാധേശ്യാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക ഭൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരഴും ശുഭേ. തൊഴാം സരസ്വതി രൂപേ തൊഴാം സാവിത്രി ശങ്കരി. ഗംഗപത്മാവതി രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ. കൈതൊഴാം തുളസി രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി. തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെ സദയം കരകയറ്റണേ. ഗോലോകനാഥയം രാധാദേവിയെ കൈതൊഴുന്നു. ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം. ബിഭ്രദ്വാസകനകവിശം വൈജയന്തിം ചമാലം. രന്ധ്രാൻ വേണോരതരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശീതകീർത്തി. ലോകനാഥനാം രാധാകൃഷ്ണനെ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം. രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ. രാഗാദിയിൽ പെട്ടു അലഞ്ഞിടാതെ. തിരേണമേ കൃഷ്ണമദീയ ജന്മം. ശ്രീഹരയേ